പ്രാർത്ഥിക്കുന്ന സമയത്ത് നമുക്കിപ്പോൾ പലരോടും ദേഷ്യം ഉണ്ടാവാം, അസൂയ ഉണ്ടാവാം, നമുക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയ ആൾക്കാരുണ്ടാവാം നമ്മുടെ ചുറ്റും, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും തരത്തിൽ നമ്മളെ വേദനിപ്പിച്ച ആൾക്കാരുണ്ടാവാം നമ്മുടെ ചുറ്റും. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് മറ്റൊരാൾക്ക് ദോഷം വരുത്തണേ എന്ന് ഒരു കാരണവശാലും പ്രാർത്ഥിക്കാൻ പാടില്ല. അവർ ഇന്ന് എന്നെ ഇങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ എൻ്റെ മക്കളെ ഇങ്ങനെ ചെയ്തു, നാളെ അവരുടെ മക്കൾക്കും ഇതുപോലെ ഉണ്ടാവണേന്ന് ശപിക്കുക എന്നൊക്കെ പറയില്ലേ. പ്രാർത്ഥിക്കുന്ന സമയത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. നമുക്ക് നല്ലത് വരുത്താൻ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. അല്ലാതെ മറ്റുള്ളവർക്ക് ദോഷം വരുത്താനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വഴിയിൽ തടസ്സങ്ങൾ കൊണ്ടിടാനോ പ്രാർത്ഥിക്കുകയല്ല വേണ്ടത്. അതുപോലെ തന്നെ ചില ആൾക്കാർ ഈ ബ്രഹ്മമുഹൂർത്ത വിളക്കിൻ്റെയൊക്കെ കാര്യം പറഞ്ഞ സമയത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒരുപാട് കടങ്ങളുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, അപ്പോൾ കടങ്ങൾ എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ലോണ് എന്ന് പറഞ്ഞിട്ടോ ഒന്നും പ്രാർത്ഥിക്കാൻ പാടില്ലല്ലോ, അപ്പോൾ പിന്നെ എന്താണ് പ്രാർത്ഥിക്കുക എന്നുള്ളത്. ഭഗവാനോട് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമുക്ക് നല്ലത് വരുത്തണേ, നമ്മുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണേ എന്നുള്ളതാണ്. നമ്മുടെ പ്രശ്നങ്ങൾ നമ്മളെക്കാൾ കൂടുതൽ അറിയാവുന്ന ആളാണ് ഭഗവാൻ. നമ്മുടെ ഓരോ പ്രശ്നങ്ങളും നമ്മുടെ എടുത്തെടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഭഗവാൻ എല്ലാം അറിയാം. ഈ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയുന്ന ആളാണ് ഭഗവാൻ. അപ്പം നമുക്ക് ഇങ്ങനെയൊരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ മാത്രമല്ല ഭഗവാന് മനസ്സിലാവുന്നത്. നമ്മൾ ജീവിച്ചു പോകുന്ന ചുറ്റുപാട്, നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, നമ്മൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ ഒക്കെ ഭഗവാൻ കാണുന്നുണ്ട്. പ്രാർത്ഥിക്കുന്ന സമയത്തും ഭഗവാന് അതിൻ്റേതായ സമയങ്ങളിൽ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു തരും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.